ഹായ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ കാണാൻ, ചെടി കാണാനായിട്ട്. അതെ, ഞാനൊരു ചെറിയൊരു ട്രിപ്പ് പോകണം. ട്രിപ്പ് എന്നല്ല, ഇപ്പോൾ തൽക്കാലം നാട്ടിലേക്കാണ് പോകുന്നത്. നാട്ടിൽ അമ്മയുടെ വീട്ടിലേക്ക്. അവിടെ ചെറിയ ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ഞാൻ ചാടും. അടുത്ത തന്നെ അവിടുന്ന് ചാടും. നേരെ അവിടെ നിന്ന് ഇടുക്കി പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഒരു ചേട്ടൻ വരുന്നുണ്ട്, കണ്ണൂരിൽ നിന്ന്. ആളെ കൂട്ടിയിട്ട് ഇടുക്കിയിലേക്ക് പോകണം. ഓക്കെ, ഇപ്പം എന്തായാലും യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ്, ഓൾറെഡി ഇറങ്ങി കിട്ടിയത്. സാധാരണ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അതെനിക്ക് കോട്ടയത്തേക്കാണ് പോകുന്നത്. പോകുമ്പോഴത്തേക്കിന് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പോകേണ്ടത്. ഞാൻ നോർമലി ഏറ്റുമാനൂർ വഴിയൊക്കെ പോകാറ്. പിന്നെ പണ്ടൊക്കെ പോകുമ്പം ഈ കുമരകം വഴി പോകുമായിരുന്നു. അപ്പോൾ ആ റൂട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു ധൃതിയൊന്നും ഇല്ല അവിടെ ചെന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കുമരകം വഴിയാണ്. അപ്പോൾ ആ റൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. നല്ല രസമുള്ള സ്ഥലമാണത്. അറൗണ്ട് എനിക്കൊരു 100 കിലോമീറ്റർ, 85-90 കിലോമീറ്റർ കാണുള്ളൂ. അപ്പോൾ എന്തായാലും ആ റൂട്ടിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. വണ്ടി ഓടിച്ച് വൈക്കത്ത് എത്തിയിട്ടുണ്ട്. വൈക്കം എറണാകുളം വലിയ ദൂരമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. അധികം ദൂരമൊന്നുമില്ല. ഞാനിവിടെ സ്ഥലത്തെത്തിയപ്പോൾ നിർത്തിയതാണ്, ഞാൻ കാണിച്ചു തരാം. നേരെ കാണുന്നതാണ് വൈക്കത്ത് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ശബരിമല, കോട്ടയം, ദളവാക്കുളം ബസ് സ്റ്റാൻഡ്. ചെറിയൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, വൈക്കം കൊള്ളാം. ഇന്ന് നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയം, പാല, ശബരിമലയൊക്കെ പോകണം. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും അല്ല പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ് ഒരു കട്ടിങ് ഉണ്ട്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കുമരകം വഴി നാട്ടകം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരും. ചങ്ങനാശ്ശേരിക്ക് പോകാനായിട്ട് എളുപ്പം അതാണ്. എളുപ്പമൊന്നുമല്ല, നേരെ പോയാലും എത്തും. പക്ഷെ ഞാനിപ്പോൾ ഈ റൂട്ടിലാണ് പോകാൻ പോകുന്നത്. സൈൻ ബോർഡ് കണ്ടില്ലെന്ന് ഓർത്ത് ആരും പേടിക്കണ്ട. ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, മരത്തിൻ്റെ ഇടയ്ക്ക് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. മരത്തിൻ്റെ ഇടയിൽ കൊണ്ട് ബോർഡ് വെച്ചാണ്. ബോർഡ് വളർന്നതിന് ശേഷമാണോ മരം വെച്ചതൊന്നും മനസ്സിലാവുക. മരത്തിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴേ 100-200 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. നേരെ വരുമ്പോൾ റൈറ്റിലേക്ക് ഒരു കട്ടിങ് ഉണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ നേരെ കുറച്ച് അമ്പലങ്ങളും ചെറിയ ഒരു വളവും തിരിവൊക്കെ ഉണ്ടാവുള്ളൂ. നേരെ പോയി കഴിഞ്ഞാൽ കുമരകപ്പുറം. ഇങ്ങോട്ട് കുറച്ച് ദൂരം വരെ ഇതുപോലത്തെ വഴിയൊക്കെ വരും. ഇവിടുന്ന് ഈ കുറച്ച് വളവും തിരിയും കട്ടിങ്ങൊക്കെ ഉണ്ട് ആ റൂട്ടിലോട്ട് കയറാനായിട്ട്. ഇതുപോലത്തെ ഒരു ചെറിയ ജംഗ്ഷനിൽ വന്ന് കയറുന്നുണ്ട്. പിന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. കുമരകം അവിടെ നിന്ന് നേരെ പോയാൽ മതി. ഈ ഒരു ബ്രിഡ്ജാണ് കുമരകവും വൈക്കം തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടുന്നേയും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുമരകം റൂട്ടാണ്. വളരെ രസമുള്ള റൂട്ടാണ്. പരിപാടി തുടങ്ങാപ്പോൾ ഈ ഒരു പാലം കണ്ടിട്ടോ, എന്താ സംഭവം ഒന്നും അറിയില്ല. വേണേ വെറുതെ വലിഞ്ഞൊന്ന് കയറി നോക്കാം. ചിലപ്പോൾ രസമുള്ള വല്ല കാഴ്ച കണ്ടാലോ. ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ പാലം. പക്ഷെ അന്നൊന്നും ഞാൻ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. കൊള്ളാം, നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി, നൈസ്. കൊള്ളാം, അടിപൊളി. പോസ്റ്റ് ഓഫീസ് കണ്ട, പഴയ ചെറിയ പോസ്റ്റ് ഓഫീസാണ്. പഴയ മോഡല്, പഴയ ബോക്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും ഇതുവഴി പോകുമ്പോഴത്തേക്കിന് നിർത്താറുള്ള ഒരു സ്പോട്ടാട്ടോ. കാഴ്ചയെ കണ്ടിട്ട് ഇങ്ങനെ പോകും. എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു ലൊക്കേഷൻ, മറ്റേ ഹൗസ് ബോട്ടുകളുടെ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് ഹൗസ് ബോട്ടൊക്കെ കയറിയ ആൾക്കാർ പോകുന്നത്, കുമരകത്തുള്ള സ്ഥലം. ഈ റൂട്ടിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ടോ? നല്ല അടിപൊളി റൂട്ടാണ്. കത്തിക്കേണ്ട മരങ്ങളൊക്കെ ഉള്ള നല്ല തണുപ്പാണ്. ഇവിടുത്തെ നല്ലൊരു ഡ്രീംസ് എയറാണ്. നല്ല തണുത്തൊരു കാറ്റിട്ട്. വേറെ ഒരു പാലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാലത്തിൽ ഞാൻ പണ്ട് കയറിയിട്ടുണ്ട്. ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കയറിയതാണ്, എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴയുള്ള സമയത്ത് നല്ല രസമായിരുന്നു ഇവിടെ കയറി നിൽക്കുക. നല്ല പെരുമഴ പെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി. കുറച്ചാളും വേണം. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. ഇതൊഴിവെപ്പോഴേ ഒരു നൊസ്റ്റാൾജി അടിച്ചിട്ട് ഞാൻ കയറിയത് ഇവിടെ. ഇത് വേറെ റൂട്ടാട്ടോ, കുമരകം പോകുന്ന റൂട്ടിൽ നിന്ന് റോഡ് സൈഡിൽ തന്നെ ആ കാണുന്ന റോഡാണ്. വണ്ടി ഓടിച്ച് കുമരകം എത്തിയിട്ടുണ്ട്. കുമരകം മെയിൻ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡാണ്, പണിയൊക്കെ നടക്കുന്നുള്ളതാണ്. കുമരകം റൂട്ടിലേ വരാൻ വേറെ കാറും കൂടി ഉണ്ട്. ഒന്ന് ഈ പള്ളി, ഞാൻ ഇതുവഴി പോകുമ്പോൾ ഈ പള്ളിയിൽ കയറാറുണ്ട്. 2 ഇത് ഈ ബ്രിഡ്ജ്. മുമ്പ് ഈ പാലത്തിൻ്റെ പണി കടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാലം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നന്നായി. അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കിടന്ന സർവീസ് റോഡില്ലേ, അവിടെ ഉള്ളിലൊരു വഴി കൂടെ കട്ട് ചെയ്തിട്ട് അതുവഴി വരണം. കുറച്ച് കറക്കം. പക്ഷേ ആ റൂട്ട് കാണാൻ നല്ല രസമാണത്.
പിന്നെ കുമരകം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ജംഗ്ഷനാണ്. ഈ പാലം കൂടി വന്നപ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. ഇനി അങ്ങോട്ട് ഒരു 5-6 കിലോമീറ്റർ ഇതേപോലെ സ്ട്രീറ്റ് റോഡ് തന്നെ, സൈഡിലൊക്കെ ചെറിയൊരു പാടങ്ങൾ, ഇതുപോലെ പള്ളികളൊക്കെ ഉള്ള സ്ട്രീറ്റ് റോഡാണ്. ഇത്രക്കുള്ള റൂട്ടാണ്. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ നമ്മൾ ആ ചൂടങ്ങനെ അനുഭവപ്പെടുന്നില്ല. കൊള്ളാം. ഈ റൂട്ടിലെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നൊരു കാഴ്ച കേട്ടോ, ഇതേപോലത്തെ താമരക്കുളമൊക്കെ ഉണ്ട്. താമരക്കുളമല്ല, ആക്ച്വലി ഇതൊരു പാടമാണ്, റോഡ് സൈഡിൽ കാണുന്നതാണ്. എനിക്കോണം ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര റെയറാകുന്നതുകൊണ്ട് അങ്ങനെ അധികം കാണാറില്ല ഇത്. അവിടെ ഇവിടെ നിന്ന് ഞാൻ പൊതുവായിട്ട് പല സ്ഥലങ്ങളിൽ ഇതൊന്നും കണ്ടിട്ടില്ല. ഈ റൂട്ടിൽ വരുമ്പോൾ ഗുണം ഇതാണ്, ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ താറാവിൻ്റെ കുറെ കൂട്ടങ്ങളുള്ള സ്ഥലമൊക്കെ കാണാൻ പറ്റും. പോയി നോക്കാം അങ്ങോട്ട്. പാടമൊക്കെ നോക്കിയേ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ കാഴ്ചകളുണ്ട് കുറേ നാളായി. വെച്ചാൽ ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് കണ്ട് അവിടെ നിന്ന് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര കുറവാണ്. ഇതുവഴിയൊന്നും വന്നത് വെറുതെ ആയില്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇതൊക്കെ കാണാൻ തന്നെയാണ് ഇതുവഴി വന്നത് തന്നെ. ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ബോർഡ് കാണാൻ പറ്റും. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇങ്ങനത്തെ ശീലമൊന്നുമില്ല, എന്നാലും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല താറാവിൻ്റെ കൂട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല, ഇതൊക്കെ ഇവിടെ വിൽക്കാനുള്ള കേട്ടോ ഇവർ. വണ്ടി ഓടിച്ച് കുമരകം കോട്ടയം റൂട്ടിൽ കയറിയിട്ടുണ്ടായില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല, രാവിലെ ഇറങ്ങിയാണ്. ഞാൻ കുളിച്ചിട്ട് പോലും ഉണ്ടായില്ല. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ അങ്ങ് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ വഴിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ കോട്ടയമാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ രസമുള്ള സ്ഥലങ്ങളാണ് ചുറ്റും. ഇതൊക്കെ കാണാൻ തന്നെയാണ് ഞാൻ ഈ റൂട്ടിലൊക്കെ വന്നത്. എനിക്കറിയാം ഈ സമയത്തൊക്കെ ഇവിടെ ഒരു ഗോൾഡൻ പാഡി ഫീൽഡൊക്കെ, അതായത് പാടമൊക്കെ ഒരു ഗോൾഡൻ ടച്ചിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ്. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മഴയത്ത് വന്നാലും, നല്ല മഴയുള്ള സമയത്ത് വന്നാലും, വേനൽ സമയത്ത് വന്നാലും പ്രത്യേക ബ്യൂട്ടിയാണ്. വെയിലുണ്ട്, എന്നാലും ഒരിക്കലും അത്ര ചൂടൊന്നും നമുക്ക് അറിയുന്നില്ല. നല്ല പൊള്ളുന്ന വെയിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ അത്രയും ചൂടൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. അത്ര വലിയ ഹെവി ചൂടും അല്ല. റൂട്ട് കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള സ്ഥലമൊക്കെയാണ്. ഈ ഇതുവഴി വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുവഴി വന്ന് നോക്കിക്കോ. നേരത്തെ നിന്ന പാലത്തിൻ്റെ അടിവശമാണിത്. താഴത്തെ റൗണ്ട് ഞാൻ വണ്ടി എടുത്ത് താഴത്തേക്ക് ഇങ്ങ് പോകുന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് ഇതൊക്കെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് നമ്മൾ മേളിൽ നിന്ന് കണ്ട മറ്റേ നെൽപ്പാടം. ഇതൊക്കെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ താഴേക്ക് ചാടിയതാണ്. ചാടി മീൻസ് വണ്ടി എടുത്തിട്ട് ഒന്ന് കറങ്ങി വന്നതാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളാട്ടോ. എനിക്ക് ഇതൊക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ വെച്ചാൽ ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്. അവിടെ ഉണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് കംപ്ലീറ്റ്ലി ഒരു വേറൊരു ഏരിയ ആണല്ലോ, വേറൊരു ഡിസ്ട്രിക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നടക്കുക കാണാമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കൊള്ളാം, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ്. എനിക്കിവിടെ വൈകുന്നേരങ്ങളിലൊന്നും കൂടെ അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു വൈകുന്നേരം ഗോൾഡൻ അവർ ടൈം ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ഒന്നും കൂടെ അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഈ റൂട്ടിൽ വന്നിട്ടില്ലാത്തവർ മുമ്പ് വന്നു പോയവരുണ്ടാവും. അപ്പം നിങ്ങൾ കാണാത്ത പല സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്, കണ്ടു നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ശരി, ബൈ.